എടി ഫോണ് നോക്കി നടക്കാതെ നിലത്ത് നോക്കി നടാ. എനിക്ക് സൗകര്യമുള്ളത് ഞാൻ ചെയ്യും. മതി മതി ഫോൺ കണ്ടത്, ഇനി ബുക്ക് എടുത്തേ. എന്തൊരു കഷ്ടമാണ്. സ്കൂളിലും പഠിത്തം, വീട്ടിലും പഠിത്തം, ട്യൂഷന് വന്നാലും പഠിത്തം. നീ എന്താണ് കഴിക്കുന്നത്? ചോക്ലേറ്റ്. ഇതെന്ത് ചോക്ലേറ്റ് ആണ്? ഇതെന്റെ ഫ്രണ്ട് തന്നതാണ്. മോൾ എന്താണ് ഇന്നലെ ചർച്ചിൽ വരാത്തത്? സൺഡേ സ്കൂളിനും കണ്ടില്ലല്ലോ. ചർച്ചിൽ വരുന്നത് എനിക്കിഷ്ടമല്ല, ബോറടിയാണ്. സ്കൂളിൽ പോക്ക്, ചർച്ചിൽ പോക്ക് ഇതൊന്നും എനിക്കിഷ്ടമേ അല്ല. ഫോണിൽ ഗെയിം കളിച്ച് ഇങ്ങനെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. ആഹാ, എന്ത് സുഖം. ആ ഫോണൊന്ന് മാറ്റിവെച്ചേ, പഠിക്കേണ്ട സമയത്ത് പഠിക്കണം. മോള് ദേഷ്യപ്പെടണ്ട, മോളുടെ നല്ലതിനാണ് ഞാൻ പറഞ്ഞത്. ഈ ഫോണും അതിലുള്ള ഗെയിമുകളും കളിച്ച് മോൾ ഏതോ ഒരു ലോകത്തിലാണ്. ഈ പ്രകൃതിയിലേക്ക് നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇങ്ങനെ എപ്പോഴും ഫോൺ നോക്കിക്കൊണ്ടിരുന്നാൽ ആരോഗ്യത്തെയും പഠനത്തെയും ബാധിക്കും. അതാണ് സ്കൂളിൽ മാർക്ക് കുറഞ്ഞത്. പരിചയമില്ലാത്തവർ തരുന്ന ചോക്ലേറ്റ് ഒന്നും വാങ്ങി കഴിക്കല്ലേട്ടോ. എനിക്ക് നന്നാവണമെന്ന ആഗ്രഹമുണ്ട് ടീച്ചറെ, പക്ഷെ കഴിയുന്നില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ടീച്ചറെ. ദിവസവും വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിക്കണം. പപ്പയും മമ്മിയും പറയുന്നതൊക്കെ അനുസരിക്കണം കേട്ടോ. മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യണം. ഫോണിന്റെ ഉപയോഗം കുറയ്ക്കുമ്പോൾ മോൾക്ക് എല്ലാത്തിനും സാധിക്കും. ശമൂവേൽ ബാലന്റെ കഥ കേട്ടിട്ടില്ലേ? ശമൂവേൽ ബാലനെ പോലെ ദൈവത്തോട് ചേർന്ന് നടന്നാൽ ദൈവം മോളോടും സംസാരിക്കുകയും മോൾ ആഗ്രഹിക്കുന്ന നിലയിൽ ഉയർന്നു വരുവാൻ ദൈവം കൂടെ ഇരിക്കുകയും ചെയ്യും. ഞാൻ ഇന്നു മുതൽ ഈ പറഞ്ഞതൊക്കെയും ചെയ്യാം ടീച്ചറെ. എനിക്കിനി യേശുപ്പച്ചൻ മാത്രം മതി.